ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 77ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് 2 സിമ്പിൾ വെജിറ്റേറിയൻ റെസിപ്പീസ് ആണ് ഉണ്ടാക്കിയത്. ഒന്ന് ഒരു തക്കാളി കൊണ്ടുള്ള ഒരു മോര് കറിയാണ്. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കറിയാണ്, അപ്പോൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. അതിൻ്റെ ഒപ്പം ഒരു കോമ്പിനേഷനായിട്ട് പച്ചപ്പപ്പായയും കൊണ്ടുള്ള ഒരു തോരനും പിന്നെ സാലഡും പിക്കിളും ഒക്കെ വെച്ചിട്ട് നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നിറയെ മെനു എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പീസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി ഞാൻ പറഞ്ഞ പോലെ തക്കാളി മോര് കറിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പാത്രത്തിൽ ഞാൻ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പും വേണമെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തക്കാളി വെന്ത് വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും ജീരകവും കൂടി നന്നായി വെണ്ണ പോലെ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ഒരു തിള വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഈ സ്റ്റേജിൽ. അപ്പോൾ ഉപ്പിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തൈര് അല്ലെങ്കിൽ മോര് ഒഴിച്ചു കൊടുക്കാം. തൈരാണെങ്കിൽ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇനി ഇത് ചേർത്തിട്ട് അടുപ്പത്ത് വെച്ച് ഒരു ചെറിയ തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വറുത്തിടുക മാത്രമേ വേണ്ടൂ. അപ്പോൾ വറുത്തിടാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, ചുവന്ന മുളക്, കരിവേപ്പില ഇത്രയും ഇട്ടിട്ട് നന്നായി പൊട്ടിച്ചെടുത്ത് അത് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്തു. ഇനി നമുക്ക് നമ്മുടെ തോരൻ ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒപ്പം കുറച്ച് ഉഴുന്നും പരിപ്പും കൂടി പൊട്ടിക്കുക. ഇത് രണ്ടും പൊട്ടി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചപ്പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക ഒരു 2 മിനിറ്റ് നേരത്തേക്ക്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാവയ്ക്ക നന്നായി പപ്പായ നന്നായി വെന്ത് വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. ചെറിയ തീയിലിടാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പപ്പായ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങയിൽ ജീരകം, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി ഇത്രയും ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായി മിക്സായി വരുന്ന വരെ ഒരു 2 മിനിറ്റ് നേരം വരെ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ തോരനും റെഡിയാവും. അപ്പം നമ്മുടെ 2 സിമ്പിൾ റെസിപ്പീസ് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.